നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്, നമ്മൾ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡ് കേട്ടിട്ടുണ്ട്. ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡ് എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതും അതിൻ്റെ അഡ്വാൻറ്റേജസും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡുകൾ ഓരോ മെഷീനറീസിൽ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ഫിനിഷായിട്ട് ചെയ്ത ഒരു, അതായത് കംപ്ലീറ്റ് ചെയ്ത ഒരു ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡാണ്. അതിൽ നമ്മൾ ബോക്സ് നട്ട്, അല്ലെങ്കിൽ എൻ്റെ മാച്ചിങ് നെറ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഗുണം, ഈ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഷാഫ്റ്റ് ഓടിയൊക്കെ മെഷീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 2 മീറ്റർ നീളമുള്ളൊരു ത്രെഡാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. ഇതിൽ ചെയ്യാൻ പോകുന്ന ത്രെഡിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 8 mm പിച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 8 mm പിച്ച്. 8 mm പിച്ചിന് 16 mm ലീഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ത്രെഡിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കട്ട് കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കട്ട് ഫിനിഷ് ചെയ്ത്, അല്ലെങ്കിൽ ഫസ്റ്റത്തത് നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സെക്കൻഡ് നമ്മൾ റൺ ചെയ്യിക്കുള്ളൂ. ഇത് രണ്ടും കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് പോകില്ല. നമ്മളൊന്ന് ചെയ്ത് അതിന് ശേഷം രണ്ടാമത്തെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് നമ്മളൊരു ത്രെഡ്, അതായത് ഈ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡ്, ഇത് ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡ് തന്നെ, പക്ഷേ ഇതിൻ്റെ സ്ക്രൂ ടൈപ്പ് എന്ന് പറയുന്നത് സ്ക്വയറാണ്. സ്ക്വയർ ത്രെഡാണ് വരിക. സ്ക്വയർ ത്രെഡ് ഡബിൾ സ്റ്റാർട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡിൽ സ്ക്വയർ ത്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡിൽ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അതായത് നമ്മളുടെ ഈ ത്രെഡും അതുപോലെ തന്നെ അതിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന ബോക്സ് നട്ടും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ അത് കുറവാകുമ്പോഴത്തേക്ക് മൂവ്മെൻറ്റ് ഈസി ആക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ത്രെഡ് ഫോമാണ് ശരിക്കും സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ക്വയർ ത്രെഡ് നമ്മൾ മെയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല കേപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിൻ്റെ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡിൻ്റെ ഫോം ചെയ്യുന്നത്, നമ്മൾ ഒരു സ്റ്റാർട്ട് എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും അടുത്ത സ്റ്റാർട്ട് തുടങ്ങുന്നത്, ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് രണ്ടാമത്തെ സ്റ്റാർട്ട് വരുന്നത് ഒരു ത്രെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും അടുത്ത സ്റ്റാർട്ട് തുടങ്ങുക. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഈ ലീഡ്, അതായത് നമ്മളിപ്പോൾ ഈ ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡ് ഉപയോഗിക്കുന്നതും സിംഗിൾ സ്റ്റാർട്ടഡ് ത്രെഡ് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, സിംഗിൾ സ്റ്റാർട്ടഡ് ത്രെഡിൻ്റെ ലീഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പിച്ച് എത്രയാണോ പിച്ച് ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ലീഡായിട്ട് മൂവ് ചെയ്യുക. അതായത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മളുടെ ബോക്സ് നട്ട് അല്ലെങ്കിൽ ഈ സ്ക്രൂ തിരിയുമ്പം മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 5 mm പിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 5 mm ലീഡായിരിക്കും അവിടെ നമുക്ക് കിട്ടുക. അതേസമയത്ത് ഡബിൾ സ്റ്റാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ 5 mm ആണെങ്കിൽ അതിൻ്റെ ട്വൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക, അതായത് ഡബിൾ കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ 8-ൻ്റെയാണ് ചെയ്യുന്നത്, നമുക്ക് 16 mm ലീഡ് കിട്ടും. അതായത് നമ്മളുടെ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 mm നമുക്ക് മൂവ് ചെയ്ത് കിട്ടും. ശരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഒരുപാട് ലോഡൊക്കെ കൊടുക്കുന്ന വർക്കുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക പ്രസ്സിങ്, അതുപോലെ നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലീഡ് സ്ക്രൂ, അതുപോലെ തന്നെ സ്ക്രൂ ജാക്ക്, അതിലെല്ലാം വരുന്നത് ഇതുപോലെ സ്ക്വയർ ത്രെഡുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ച്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വരുന്നതും സ്ക്വയർ ത്രെഡാണ്. സ്ക്വയർ ത്രെഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ കുറച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ക്വയർ ത്രെഡുകൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ഏകദേശം ഫസ്റ്റത്തെ ഇത് കംപ്ലീറ്റ് ആവുകയാണ്, ഫസ്റ്റത്തെ സ്റ്റാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. ഇത് 2 സ്റ്റാർട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഒന്ന് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്തത് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഡബിൾ സ്റ്റാർട്ടിൽ ഫസ്റ്റ് സ്റ്റാർട്ട് കംപ്ലീറ്റ് ആയി, ത്രെഡ് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ ഓൾറെഡി പറഞ്ഞത് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റാർട്ട് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തിരുന്നു, രണ്ട് ത്രെഡും ഡബിൾ സ്റ്റാർട്ടിൻ്റെ 2 നമ്മൾ മാർക്ക് ചെയ്ത് ഓൾറെഡി കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു, അതിന് ശേഷം രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എടുക്കുന്ന ഗ്രൂവിങ് ടൂളിൻ്റെ, അതായത് നമ്മൾ ത്രെഡിന് വേണ്ടിയിട്ട് സ്ക്വയർ ത്രെഡ് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ടൂളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ടൂൾ നമ്മളുടെ സൈസിൽ ചെറുതാണ്. നമ്മളുടെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ത്രെഡിൻ്റെ വിഡ്ത്തിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ 2-3 സ്റ്റെപ്പുകളായിട്ടായിരിക്കും ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് 2 സ്റ്റേജായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
സൈഡ് വാൾ രണ്ടും അപ്പുറം ഇപ്പുറമായിട്ട് ഫിനിഷ് ചെയ്തത് 2 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അതൊന്ന് ഫോം ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളുടെ വർക്ക് കഴിയാറുണ്ട്. നമ്മളതിൻ്റെ ലാസ്റ്റ് പാസ്സാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഫിനിഷിംഗ് പാസ്സായിട്ട് നമ്മളത് ലാസ്റ്റ് പാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ബർസും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതികളും കാര്യങ്ങളും നമുക്കിനി നോക്കാം. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ടൂള് അവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ജസ്റ്റ് ഔട്ടറിലുള്ള മെറ്റീരിയൽസ് ബർസ് കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് സ്പിൻഡിൽ കറക്കിക്കൊണ്ട് തന്നെ നമ്മളതിൻ്റെ റിമൂവൽ നടത്തുകയാണ്. ഓക്കെ, ഇത് പ്രോപ്പർ ആയാലുള്ള ഇതിൻ്റെ ഫിനിഷിങ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് 2-3 ടൈമിലെടുത്ത് നമ്മളിതിൻ്റെ ഫയൽ പിടിച്ചുമൊക്കെ ആയിട്ടാണ് അത് കറക്റ്റ് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോഴും ഇവിടെ ബർസൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ പിടിച്ചിട്ടും അതുപോലെ തന്നെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തുമൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് കെയർഫുൾ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിൽ ഉടക്കി പിടിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാക്സിമം ചെയ്യാതിരിക്കുക. അത് അത്രയും എക്സ്പെർട്ടൈസ് ആയ ആളുകൾ മാത്രം അത് അങ്ങനെയുള്ള രീതികളിലൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കും. അത് സാധാരണക്കാർ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാനൊരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതൊരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന് ഒറ്റ സിംഗിൾ പോയിൻ്റാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത്. അതേ സ്ഥാനത്ത് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡബിൾ സ്റ്റാർട്ടാണ്. ഇതേപോലൊരു എൻട്രി തന്നെ നിങ്ങൾക്ക് രണ്ടാമത് ഒരെണ്ണം കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. അത് നമ്മൾ റിമൂവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മൾ അതിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളുടെ വീഡിയോ കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരാരും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അത് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും ലെങ്ത് ഉള്ളൊരു പീസാണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക, ഈ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കുന്ന സമയത്ത് പോലും നേരെ വന്ന് ബെഡിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, അതിപ്പോൾ തടി, ഇപ്പോൾ ഇതൊരു വുഡൻ പീസാണ് അവിടെ വെക്കുന്നത്. ഒരു വുഡൻ പീസ് വെച്ചിട്ട് അതിലേക്ക് ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് വേണത് പതുക്കെ ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടി 2 സൈഡും കറക്റ്റായിട്ട് അതിനെ ഇറക്കി പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ ബോക്സിനിട്ട് ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് നോക്കണം. ഇത് എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. എനിവേ, എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോൺ ബോസ്കോ ടെക്കുമായി ബന്ധപ്പെടാം. ഡോൺ ബോസ്കോ ടെക്ക് ചെയ്യുന്ന വർക്കുകളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആ സ്മൂത്തായിട്ടുള്ള റണ്ണിങ്ങും അതിൻ്റെ ട്രാവലിങ് ലീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഡബിൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കറക്കുമ്പോഴുള്ള ആ ഒരു മൂവ്മെൻറ്റും അത് റിജിഡിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രിക്ഷൻ ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടത് റൺ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.